മുക്കം തൃക്കൊടമ്മ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് തന്നെ കർക്കടക വാവ് ബലിതർപ്പണത്തിന് ആയിരങ്ങൾ ഒഴുകിയെത്തി. കർക്കടകത്തിലെ തോരാമഴയിൽ രൗദ്രഭാവം തുളുമ്പുന്ന പുഴയും തീരവും ഭക്തിസാന്ദ്രമായി. കിഴക്കൻ മലയോരമായ ആനക്കാപ്പൊയിൽ, തിരുവമ്പാടി, കൂടരഞ്ഞി, കൂമ്പാറ, കോടഞ്ചേരി, കക്കാടംപൊയിൽ, തോട്ടുമുക്കം തുടങ്ങി ഒട്ടേറെ മലയോര പ്രദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ തൃക്കുട മണ്ണീശിവ ക്ഷേത്ര പരിസരങ്ങളിലും ഇരുവഴിഞ്ഞിപ്പുഴയോരത്ത് മണൽപ്പരപ്പിലും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ എത്തിയിരുന്നു. മുക്കം ടൗൺ തൃക്കുട മണ്ണാക്ഷേത്രത്തെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും തകർന്നതിനാൽ ഇതുവഴി യാത്ര മുടങ്ങിയതിനാൽ വാവുബലിക്ക് എളുപ്പവഴിയിലൂടെ ജനങ്ങൾക്ക് എത്താൻ ഏറെ പ്രയാസമുണ്ടായി. ഇക്കാരണത്താൽ അഗസ്ത്യമുഴി, തൊണ്ടുമ്മൽ വഴിക്കും മുക്കം കടവുപാലം വഴിക്കും പലരും വാവുബലി തർപ്പണ വേദിയിലേക്ക് എത്തിപ്പെട്ടത്. പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. മനോജ് പള്ളിത്താഴത്ത് ശാന്തി ബലിതർപ്പണത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിന് നേതൃത്വം നൽകി. അതേസമയം പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കുപാട്ട് വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. വയനാട് ദുരിതത്തിൽ മരണമടഞ്ഞവരെയും ബലിതർപ്പണത്തിൽ സ്മരിച്ചു. തൃക്കുടമണ്ണ ശിവക്ഷേത്രം പ്രസിഡന്റ് രാജം വെള്ളാരംകുന്നത്ത്, സെക്രട്ടറി കെ ചന്ദ്രൻ, ട്രഷറർ പ്രകാശൻ താനേരംകണ്ടി, വാവുബലി കമ്മിറ്റി അംഗങ്ങളായ സജീഷ് വയലത്ത്, സൂരജ്, പ്രജീഷ്, UK ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എലൈറ്റ് ന്യൂസ് മുക്കം.